അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ 117 സീറ്റുകളുള്ള പഞ്ചാബ് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ. സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല അമൃത്സറാണ്. അമൃത്സറിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ AAPയും, 1 സീറ്റ് ശിരോമണി അകാലിദളും, 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. BJPക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബർണാലയാണ്. ബർണാല ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബാതിണ്ടയാണ്. ബാതിണ്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് BJPയും, 2 സീറ്റുകൾ വരെ AAPയും, 2 സീറ്റുകൾ വരെ ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഫസിൽക്കയാണ്. ഫസിൽക്കയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അവിടെയും മറ്റു പാർട്ടികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഫത്തേഗഡ് സാഹിബാണ്. ഫത്തേഗഡ് സാഹിബിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഫിറോസ്പൂരാണ്. ഫിറോസ്പൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് BJPയും, 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഫരീദ് കോട്ടാണ്. ഫരീദ് കോട്ടിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗുരുദാസ്പൂർ ആണ്. ഗുരുദാസ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും, 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹോഷിയാപൂരാണ്. ഹോഷിയാപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ BJPയും, 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജലന്ധറാണ്. ജലന്ധറിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് BJPയും, 3 സീറ്റുകൾ വരെ AAPയും, 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കപ്പൂർത്തലയാണ്. കപ്പൂർത്തലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും, 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മലർക്കോട്ട്ലയാണ്. മലർക്കോട്ട്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മോഗയാണ്. മോഗ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും, 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മൊഹാലിയാണ്. മൊഹാലിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മുക്തസർ സാഹിബാണ്. മുക്തസർ സാഹിബിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പത്താൻകോട്ടാണ്. പത്താൻകോട്ടിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് BJPയും, 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ലുധിയാനയാണ്. ലുധിയാനയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും, 7 സീറ്റുകൾ വരെ AAPയും, 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പട്യാലയാണ്. പട്യാല ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് BJPയും, 2 സീറ്റുകൾ വരെ AAPയും, 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രൂപ്നഗറാണ്. രൂപ്നഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സംഗ്രൂരാണ്. സംഗ്രൂർ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 4 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത.
അടുത്തതായി നോക്കുന്ന ജില്ല ഷഹീദ് ഭഗത് സിംഗ് നഗറാണ്. ഷഹീദ് ഭഗത് സിംഗ് നഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല താൻതരാനാണ്. താൻതരാനിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മാനസയാണ്. മാനസയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള 117 സീറ്റുകളിൽ കോൺഗ്രസ് 47 സീറ്റുകൾ വരെയും BJP 13 സീറ്റുകൾ വരെയും AAP 46 സീറ്റുകൾ വരെയും ശിരോമണി അകാലിദൾ 7 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 4 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.